പരിചയമില്ലാത്ത വണ്ടിയാണല്ലോ. ആരായിരിക്കും അത്? എവിടെയോ വെച്ച് കണ്ടു മറന്ന മുഖം. ഹായ്. ഞാൻ താങ്കളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ എവിടെയാണെന്ന് ഓർക്കുന്നില്ല. ഹോട്ടൽ കാസിനോയിൽ വെച്ച്, ബിസിനസ് മീറ്റിന്റെ ഇടയിൽ. കറക്റ്റ്. ഓക്കെ. അന്ന് ഞാൻ വിക്രമിന്റെ പ്രസംഗം വല്ലാതെ ആസ്വദിച്ചു. പക്ഷേ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. എന്നാൽ ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ സാഗറിനെ കണ്ടിരുന്നു. അല്ല, അത്രയും തിരക്കിനിടയിൽ കണ്ട ഒരാളെ ഇത്രയും വ്യക്തമായിട്ട് ഓർത്തു വെക്കോ? അത്ഭുതമായിരിക്കുന്നല്ലോ. എന്റെ ബിസിനസിന്റെ രീതി അതാണല്ലോ. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു ബിസിനസ് ലൈനാണ് എന്റേത്. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ എന്റെ ജോലി കുറഞ്ഞു. വിക്രമിന്റെ സഹായത്തോടെ സാഗറിന്റെ കമ്പനി നിർമ്മിക്കുന്ന പുതിയ ബിൽഡിങ്ങിന്റെ സ്ഥലമാണിത്. നമ്മൾ ഒന്നിക്കുന്നത് ഈ സൈറ്റിൽ വെച്ച് തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായി ഒത്തുകൂടുന്ന സ്ഥലത്തിലും വേണമല്ലോ ഒരു ഭാഗ്യരാശിയൊക്കെ. ഏത് ബിസിനസിന്റെയും അടിസ്ഥാന ലക്ഷ്യം ലാഭമാണ്. നിങ്ങൾ മൂന്നുപേരും തമ്മിൽ ഒന്നിക്കുകയാണെങ്കിൽ 3 പേർക്കും ലാഭം മാത്രമേ ഉണ്ടാവൂ. അതെ, ഇതേ എന്റെ പാർട്ടി സെക്രട്ടറിയാ, തലയാ. നമ്മൾ 3 പേരെയും തമ്മിൽ സിൻഡിക്കേറ്റ് ആക്കണമെന്നുള്ളത് പുള്ളിക്കാരന്റെ തലയിൽ ഉദിച്ച ആശയമാണ്. അതെ, സത്യം പറഞ്ഞാൽ കള്ളന് കഞ്ഞി വെച്ചവനാണ് എന്ന് പറയാം. ഈ 3 വ്യക്തിത്വങ്ങളും ഒരുമിച്ച് നിന്നാൽ പിന്നെ ഒരു ശക്തിക്കും നിങ്ങളുടെ ഉരുക്കുകോട്ട തകർക്കാനാവില്ല. നേർക്കോലി വിചാരിച്ചാലും അത്താഴം മുടക്കാം. അത്തരം ഒരു നേർക്കോലിയെ നമ്മൾ 3 ശക്തികളെയും തമ്മിൽ ഒരുമിപ്പിക്കുന്നു. നീർക്കോലിയോടൊപ്പം ഒരു രാജവമ്പാല കൂടിയുണ്ട്. ആ കൂട്ട് പൊളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. അതിനുവേണ്ടിയായിരിക്കും ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ. ഓക്കെ, ബിസിനസ്സിനൊപ്പം നിങ്ങളുടെ 3 പേരുടെ ശത്രു ഒരാളാണ്, ഒരു പൊതുശത്രു. വന്ദന. അവളെ തകർക്കാനായി ഈ 3 ശക്തികളോട് ചേർന്നാൽ ശരി, കൊടുകൈ.
എന്റെ ചക്കരവാവെ ഞാൻ എടുക്കാം. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എന്നാലും സൂക്ഷിക്കണം. ഈശ്വര, ഈ മനുഷ്യന് വട്ടായോ? മോളെ, ഞാൻ ചായ എടുക്കാം. വേണ്ട, ദിയമോൾക്ക് ഇപ്പൊ കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് പാലാ. പഠിച്ച് തളർന്നു വരുന്നതാ. ഒരു ഉന്മേഷം കിട്ടട്ടെ. മോൾക്ക് ഒരു കാര്യത്തിൽ ഒരു കുറവ് വരുത്തരുത്. അതിനുള്ള പണം ഞാൻ തന്നേക്കാം. പാലിൽ പ്രോട്ടീൻ പൗഡർ ചേർത്ത് കഴിക്കണമെന്നാ ടീച്ചർ പറഞ്ഞത്. മോളെ, പ്രോട്ടീൻ ഇങ്ങി പ്രോട്ടീൻ. സൂത്രേ, ഒരു ഗ്ലാസ് പ്രോട്ടീൻ കലക്കിയ സ്പെഷ്യൽ പാലിങ്ങെടുക്ക്. ഇത് ശരിക്കും വട്ടായ മട്ട. എന്തുപറ്റി ഹരിതേ? മനോജിന്റെ ഫോൺ വന്നിരുന്നു. ബിസിനസ് കാര്യമായിട്ട് എവിടേക്ക് പോണം, വരാൻ വൈകുമെന്ന് പറഞ്ഞു. ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞിരിക്കുവോ? ഓ, അതിനാണോ നിനക്കിത്ര ടെൻഷൻ? ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. മനോജ് പരമാവധി ബിസിനസ് ശ്രദ്ധിക്കട്ടെ, ജീവിതമൊക്കെ ഒന്ന് പച്ചുപിടിക്കട്ടെ. ഹരിത പ്രഗ്നന്റ് അല്ലേ? ഇപ്പോഴാ ഭർത്താവ് അടുത്ത് തന്നെ വേണ്ടത്. അത് മനോജ് എന്താ ഓർക്കാത്തത്? മനോജിന് അമ്മ പണം കൊടുത്ത് സഹായിച്ചതിന്റെ ചൊരുക്ക പ്രകാശേട്ടന്. അപ്പ പൊട്ടിയ കുരു ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ആന്റി, ദിയമ്മൾക്ക് പാല് കിട്ടില്ല. പൊടി കൊതിച്ചി. പ്രകാശേട്ടൻ പറഞ്ഞ പ്രോട്ടീൻ പൗഡർ ഇട്ട പാലിന്റെ കാര്യം ഇവള് മറന്നിട്ടില്ല. പ്രകാശേട്ടൻ ഏതോ ഏജൻസി ഏർപ്പാടിന്ന് നല്ല വരുമാനമുണ്ട്. അതിന്റെ ഗുണമൊന്നും എനിക്കും ഗോകുലിനും കിട്ടുന്നില്ല. എന്നാ ദിയമോക്കെങ്കിലും കിട്ടട്ടെ. മോളെ, രാത്രിയിൽ ആന്റി ഈ കാര്യം അങ്കിളിന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. നല്ല മൂഡാണെങ്കിൽ കാര്യം ഓക്കെ ആവും. ഈ രണ്ട് ജന്തുക്കൾക്കും നരകത്തിൽ പോലും ശാന്തി കിട്ടാതെ ഉഴുത്ത് നാറട്ടെ. വീണ്ടും വീണ്ടും രാഖിയുടെ മനസ്സിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും വേഗം ഏതെങ്കിലും മന്ത്രവാദികളെ കൊണ്ടുവന്ന് അലയുന്ന ആത്മാക്കളെ ഇവിടുന്ന് തുറത്താം. എന്നാലേ സമാധാനാവൂ.
സാഗർ, എന്റെ അമ്മയോടും ഏട്ടനോടും സാഗറിന് അതിര് കവിഞ്ഞ സ്നേഹവും ബഹുമാനവും ഉണ്ടെന്നറിയാം. അവർക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ച് അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന നിന്റെ മനസ്സിന്റെ മുന്നിൽ വിദ്യാമയും രാജവെളിയനും എനിക്ക് കാണപ്പെട്ട ദൈവങ്ങളാണ്. ക്രൂരനായ വിധി അവരുടെ ജീവനെടുത്ത് കളഞ്ഞില്ലേ? അല്ലെങ്കിലും നല്ലവർക്ക് ദൈവം അധികം ആയുസ് കൊടുക്കില്ലല്ലോ രാഗി. കാലം ഉണക്കാത്ത മുറിവില്ലെന്നൊക്കെ പറഞ്ഞാലും എനിക്കവരെ ഒരു കാലത്ത് മറക്കാൻ കഴിയുന്നില്ല രാഗി. ഒന്നുമില്ലായിരുന്നു എനിക്ക് ഒരു നല്ല ജീവൻ തന്നത് ഇവരായിരുന്നു. രാഗിയെപ്പോലെ സ്നേഹസമ്പന്നയായ ഒരു പെണ്ണിന്റെ കൂട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാം തന്നത് ഈ ഫോട്ടോയിലിരിക്കുന്ന വിദ്യാമയും രാജീവെളിയനോ അല്ലായിരുന്നെങ്കിൽ സാഗർ, കൊള്ളാം. എന്റെ മോന്റെ അഭിനയം അസലാവുന്നുണ്ട്. ഇവൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ചവനാ. നന്നായി മോനെ. രാജീവും ശ്രീവിദ്യാമ്മയും ഇല്ലാത്ത ഈ വീട് ഇരുട്ടില. അവരുടെ ചിത്രത്തിന് മുന്നിൽ നിനക്ക് തിരിവെക്കാൻ തോന്നിയത് തന്നെ മഹാപുണ്യമാ മോനെ. ദിയമോളെ ഇനിയും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. മരിച്ചുപോയ എന്റെ അമ്മയുടെയും രാജീവേട്ടന്റെയും ആത്മാക്കൾക്ക് തൃപ്തി കിട്ടണമെങ്കിൽ ദിയമോൾ ഇവിടെ ഉണ്ടാകണം. അവളെ ഇവിടെ എത്തിക്കാമെന്ന് സാഗർ എനിക്ക് വാക്ക് തന്നതല്ലേ? എന്താ ആ വാക്ക് പാലിക്കാത്തത്? ഞാനത് മറന്നിട്ടില്ല രാഗി. ദിയമോളെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പക്ഷെ അതിനിടയിൽ ആ ജഗൻ കയറി കളിക്കുക. അതെ, ജഗൻ എന്ന ശക്തനായ ചെറുപ്പക്കാരന്റെ പിൻബലം ഇപ്പോഴാ വന്ദനയ്ക്കുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ച് നീക്കിയില്ലെങ്കിൽ പണി പാളിപ്പോവും. ജഗൻ വന്ദനയ്ക്കൊപ്പം ഉണ്ടെങ്കിൽ ജഗന്റെ അച്ഛൻ കരുണാകരക്കുറുപ്പ് സാഗറിനൊപ്പം ഉണ്ടല്ലോ. ആ അതെ, കുറുപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള കളിയാ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയമെടുത്താലും വന്ദനെ ഞാൻ തീർത്തിരിക്കും. അവള് തീർന്നാ പിന്നെ ദിയമോളുടെ കാര്യത്തിൽ ഒരു തടസ്സമാവില്ലല്ലോ. ഈ പഞ്ചവത്സര പദ്ധതിയൊന്നും എനിക്കത്ര ബോധിച്ചിട്ടില്ല. എനിക്ക് ദിയമോളെ കിട്ടിയിരിക്കണം. അമ്മയുടെ ആത്മാവിന്റെ ശല്യത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടുകയും വേണം.
അതിന് ഇനിയും കാലങ്ങളോളം കാത്തിരിക്കാൻ എനിക്കാവില്ല. നിനക്ക് ഉശിരുണ്ടെങ്കിൽ ദിയ മോളെ എന്റെ മുന്നിൽ കൊണ്ടുവാ. എന്നിട്ട് മതി ഈ വാചക കസരത്തൊക്കെ. ദിയ എന്ന അസുരവിത്തിനെ വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടി വരുമോ? ആ നശിച്ച ജന്തുവിനെ ഇങ്ങോട്ട് വലിച്ചു കെട്ടിക്കൊണ്ടുവരാൻ എനിക്കിഷ്ടമുണ്ടായിട്ടാണോ? സാഹചര്യം അതായിപ്പോയില്ലേ. രാഖിയെ പിണക്കിയാലുള്ള ആപത്തിനെ കുറിച്ച് ഞാൻ അമ്മയോട് പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ അമ്മയും മോനും കൂടി തെരുവിൽ ഇറങ്ങേണ്ടി വരും. ആ ദിയമോൾ വഴി കിട്ടുന്ന രാഖിയുടെ ഔദാര്യം തൽക്കാലം അത് മാത്രമേ നമുക്കിപ്പോൾ രക്ഷയുള്ളൂ. ദിയ ഇവിടെ വീണ്ടും വന്നോ? കൊല്ലും ഞാൻ അവളെ. നീ പന്ത് കളിക്കാൻ പോവാണോ? എന്താ മോൾക്കും പന്ത് കളിക്കണോ? ആ, എന്നാ ചേട്ടനോടൊപ്പം പോയിട്ടേ കുറച്ചു നേരം പന്ത് തട്ടി കളിക്കും. മോക്ക് കളിക്കണമെന്നുണ്ട്, പക്ഷേ വന്ദനെ പേടിയാ. അവൾക്ക് ഓടിച്ചാടി കളിക്കാനുള്ള അവസ്ഥയൊന്നും ആയിട്ടില്ല. കാല് ശരിയായിട്ട് വരുന്നതേ ഉള്ളൂ. കുറച്ചു നാളുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് പന്തൊക്കെ തട്ടി കളിക്കാം. എന്നാ ഞാൻ കൂട്ടുകാരോടൊപ്പം പോയി കളിക്കാം. അത് വേണ്ട. ദിയമോളൂടെ ബോറടിച്ചിരിക്കുമ്പോയി നീ മാത്രം പോയി കളിക്കണ്ട. മോനെ, ദിയമോളുടെ കുഞ്ഞു മനസ്സിൽ അത് സങ്കടം ഉണ്ടാക്കും. അവള് ആകെ വാടിപ്പോ. അത് പാടില്ല, അല്ലേ മോളെ? അച്ഛൻ എപ്പോഴാ ദിയമോളോട് ഇത്രയും സ്നേഹമുണ്ടായത്? അച്ഛന് മാത്രമല്ല, നിനക്കും ദിയമോളോട് സ്നേഹം ഉണ്ടാവണം. നിന്റെ സ്വന്തം അപ്പച്ചി വന്ദനയുടെ മോളാ ദിയക്കുട്ടി. നിന്റെ സ്വന്തം മുറപ്പെണ്ണ്. അതിന് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പ്രായമില്ലല്ലോ. അമ്പട കേമാ, നിന്നെ ഞാനുണ്ടല്ലോ. പ്രായായ നീ ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണം. നീ കൂട്ടുകാരൊപ്പം പോയി അങ്ങനെ കളിക്കണ്ട. ദിയമോളോടൊപ്പം ഇവിടെ നിന്ന് കളിച്ചാ മതി, കേട്ടടാ? ഏട്ടാ, ഗോകുലിനെ തടയണ്ട, അവൻ പോയി കളിക്കട്ടെ. എന്നാ നീ പോയിക്കോ, നിന്റെ അപ്പച്ചി പറഞ്ഞല്ലേ. താങ്ക് യു ആന്റി, ഐ ലവ് യു. ഉമ്മ, അമ്മയ്ക്ക് ഉമ്മ. മോൾക്ക് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് വേണ്ടത്ര ശരിയായില്ലാന്ന് തോന്നുന്നു. നല്ലൊരു ഓർത്തോ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാലോ? അതിൻ്റെ ചെലവിനെ കുറിച്ച് ഓർത്തൊന്നും വന്ദന വിഷമിക്കണ്ട, അത് ഞാൻ ചെയ്തോളാം. നിനക്കെന്തറിയോ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ? മോൾക്ക് പാൽ ഏർപ്പാട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അതിനു വേണ്ട പണം നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടില്ലേ?
ഏൽപ്പിച്ചു. ഞാൻ അവൾക്ക് പ്രോട്ടീൻ പാല് കൊടുക്കുന്നുണ്ടല്ലോ. അതാണ് പ്രകാശ് ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. എന്റെ ദിയമോൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ട്. എന്റെ കാല് ശരിയാകുമ്പോ ക്രിക്കറ്റ് കളിക്കണം. അതിനെന്താ, മോൾക്ക് അങ്കിള് ബോളും ബാറ്റൊക്കെ വാങ്ങിച്ചു തരാലോ. അതേ മോളെ, ഗോകുലൊരു മണ്ണുണ്ണിയ. ദിയ മോള് മിടിക്കും. അവൻ ബോൾ ചെയ്യുമ്പോ മോള് സിക്സർ അടിച്ച് തകർക്കണം. തകർക്കാങ്കളെ അങ്ങള് നോക്കിക്കോ, ഞാൻ ഗോകുലേട്ടനെ തോപ്പിച്ചിരിക്കും. സിക്സർ അടിച്ചിട്ട് ഗോകുലേട്ടനെ തോൽപ്പിക്കണം.